നമ്മളൊക്കെ നല്ല പരിചയമുള്ള വേർഡാണ് ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം എന്നുള്ളത് അല്ലേ. സത്യത്തിൽ സൈലൻറ്റ് ഡിവോഴ്സ് എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ഡിവോഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്, വിവാഹമോചനം എന്ന് കേട്ടിട്ടുണ്ട്, ഡൈവോഴ്സ് ആയി പോകുക എന്ന് കേട്ടിട്ടുണ്ട്. സൈലൻറ്റ് ഡിവോഴ്സ് എന്നുള്ളത് വളരെ വേദനാജനകമായ, വളരെ പെയിൻഫുള്ളായ ഒരു അവസരം എന്നുള്ളതാണ്. ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും പിരിഞ്ഞു, ഇനി ഒന്നുമില്ല, നിയമപരമായി പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാളുടെ വഴി, മറ്റേ വഴി അങ്ങനെ പോകാം. പക്ഷേ സൈലൻറ്റ് ഡിവോഴ്സ് എന്ന് പറയുന്നത് രണ്ടുപേരും വിവാഹിതരായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷേ അവർക്കിടയിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഭർത്താവ് എപ്പോഴെങ്കിലും വരുന്നു, അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. ഭക്ഷണം എവിടെ, ബെഡ് വിരിച്ചോ, അതെവിടെ, കുട്ടികൾ ഉറങ്ങിയോ, ഇങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം, പ്രത്യേകിച്ച് വേറെ സംസാരമൊന്നുമില്ല. ബെഡ്റൂമിൽ എത്തുന്നതിന് മുമ്പ് നേരത്തെ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാവാം, ഇനി അല്ലെങ്കിൽ ഭർത്താവ് നേരത്തെ പോയി ഉറങ്ങുന്നു, കുറേ കഴിഞ്ഞിട്ട് മാത്രം ഭാര്യ വരുന്നു. ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. വളരെ വേദനാജനകം എന്ന് പറയുന്നത് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വഴക്കിട്ടിരിക്കുന്നതാണെങ്കിൽ പിന്നെയും ഒരു സുഖം ഉണ്ടാവും എന്നുള്ളതാണ്. അവർക്കിടയിൽ ഒരു പിണക്കവുമില്ല, ഒരു ഇണക്കവുമില്ല. അങ്ങനെ ജീവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ടെന്നുള്ളതാണ്. അത് ജീവിതത്തിലെ ഏറ്റവും അൺഹാപ്പി മൊമെൻറ്റ് സമ്മാനിക്കുകയും ജീവിതത്തിൽ വിജയം ലഭിക്കാത്ത, ഒരിക്കലും പുറത്തിറങ്ങിയാൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലൈഫായിരിക്കും. അതിന് പറയുന്ന പേരാണ് സൈലൻറ്റ് ഡിവോഴ്സ്. നിങ്ങൾ അതിൽപ്പെട്ട ആളാണോ എന്ന് നോക്കുക. ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കുക, പരസ്പരം ബന്ധം ഊട്ടിയുറപ്പിക്കുക, നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ബി പ്രാക്ടിക്കൽ ആൻഡ് ബി സ്മാർട്ട് ഇൻ യുവർ ലൈഫ്.